ഇമെയിൽ റൈറ്റിംഗ് 6 മാർക്കിന് +2 ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ്. ഇനി വരുന്ന മോഡൽ എക്സാമിലും അതുപോലെ തന്നെ ആനുവൽ എക്സാമിലും ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ്. അതെങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലത്തുള്ള ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ആക്ച്വലി ഇത് നമ്മുടെ 2025 മോഡൽ എക്സാമിന് നമുക്ക് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. On the next day of his visit, Mr. Marshall sends an email to Robert Baldwin. റോബർട്ട് ബാൽഡ്വിന് മാർഷൽ അയക്കുന്ന ഒരു ഇമെയിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കൺഫേമിങ് ഹിസ് അപ്പോയിൻമെൻറ്റ് അറ്റ് ദ തേർഡ് നാഷണൽ ബാങ്കിൽ അവൻ്റെ അപ്പോയിൻമെൻറ്റ് കൺഫേം ചെയ്തുകൊണ്ടുള്ള. ഹി ഓൾസോ അപ്രീഷിയേറ്റ്സ് ബാൽഡ്വിൻ ഫോർ ഹിസ് ഓണസ്റ്റി. അവൻ്റെ ആ ഒരു ഓണസ്റ്റിയെ ഇവൻ എന്താക്കുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ഇമെയിൽ, ഇങ്ങനെ ഒരു ഇമെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഏത് സിറ്റുവേഷനിലും ഇമെയിൽ തന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കോണ്ടൻറ്റ് പക്ക ആയിരുന്നാൽ മാത്രം പോരാ, അതിൻ്റെ ഫോർമാറ്റിന് നമുക്ക് മാർക്കുണ്ട്. അപ്പോൾ ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഫസ്റ്റ് ടു അഡ്രസ് അവിടെ ചുമ്മാ ഇട്ട് കളയരുത്. അവിടെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി. ഇപ്പോൾ ആർക്ക് അയക്കുന്നതാണ്? പിന്നെ മിസ്റ്റർ മാർഷൽ ആണ് സെൻഡ് ചെയ്യുന്നത് റോബർട്ട് ബാൽഡ്വിൻ. അപ്പോൾ റോബർട്ട് ബാൽഡ്വിൻ @gmail.com. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ABCD എഴുതിയാൽ വേണ്ടില്ല, @gmail.com അല്ലെങ്കിൽ @email.com ഒരു മെയിൽ അവിടെ എഴുതി വെക്കുക. CC എന്നുള്ളത് അതൊരു മെയിൽ ഉണ്ടാവുന്നൊരു സംഭവമാണ്, അതുകൊണ്ട് അതും ഉണ്ടായിരിക്കുക. അത് അവിടെ ഒരു മെയിൽ എഴുതേണ്ട ആവശ്യമില്ല. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് അതിൻ്റെ മീനിങ്. അതവിടെ മെയിൽ എഴുതണമെന്നില്ല, അതങ്ങനെ വിട്ടാൽ മതി. നെക്സ്റ്റ് സബ്ജക്റ്റ് നമുക്ക് മിക്കവാറും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോയിൻമെൻറ്റ് കൺഫേം ചെയ്തിട്ടുള്ള ഒരു മെയിൽ ആയതുകൊണ്ട് കൺഫേമിങ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, സബ്ജക്റ്റ് എഴുതി കൊടുക്കാം. എന്നിട്ട് വേണ്ടത് സാലുട്ടേഷൻ ആണ്. സാലുട്ടേഷനിൽ ഡിയർന്നോ അല്ലെങ്കിൽ ഒരു ഫോർമൽ ഇമെയിൽ ആണെങ്കിൽ സർ എന്ന് എഴുതുക, അല്ലെങ്കിൽ മാം എന്ന് എഴുതുക. ഇൻഫോർമൽ ആണെങ്കിൽ ഡിയർ ഫ്രണ്ട് ആണെങ്കിൽ ഡിയർ ഫ്രണ്ട്, അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ആ ഒരു ഇമെയിലിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിവിടെ ബോഡി പാർട്ടിൽ എഴുതുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഫോർമൽ ഇമെയിലാണ് എഴുതുന്നതെങ്കിൽ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നില്ല. സംഭവം 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എങ്കിലും വലിയ ഒരു ലെറ്റർ എഴുതുന്നത് പോലെ, ഇൻഫോർമൽ ലെറ്റർ എഴുതുന്നത് പോലെ ഭയങ്കര ലെങ്തി ആക്കി നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ലോസിങ്ങിൽ നമ്മൾ ഇൻഫോർമൽ ആണെങ്കിൽ വിത്ത് ലവിംഗ്ലി അല്ലെങ്കിൽ ട്രസ്റ്റ് വേർത്തി എന്നൊക്കെ എഴുതിയിട്ട് അവിടെ നെയിം ഓഫ് ദ സെൻഡർ എഴുതിയ ആളുടെ പേര്, ആരാണ് അയക്കുന്നത്. ഇപ്പോൾ റോബർട്ട് ബാൽഡ്വിനാണ് ടു അഡ്രസ്സ്. ഫ്രം അഡ്രസ്സ് വരുന്നത് നമ്മുടെ മിസ്റ്റർ മാർഷൽ ആണ്. അപ്പോൾ ഇവിടെ മിസ്റ്റർ മാർഷൽ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യം ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് സെറ്റായി. പിന്നെ മസ്റ്റായിട്ട് നിങ്ങളതൊരു ബോക്സിലാക്കുക. എസ്പെഷ്യലി ഇതൊരു ഇമെയിൽ ആണെന്നുള്ളൊരു ഫീൽ ഇവാലുവേഷൻ ചെയ്യുന്ന ആൾക്ക് കിട്ടുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. മാത്രമല്ല ഇനി നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ആക്ച്വലി അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. സോ ഇനിയുള്ള ലൈവിൽ ഇതിൻ്റെ ആൻസറും മറ്റു ഡിസ്കോഴ്സും കാര്യങ്ങളും ഗ്രാമറൊക്കെ നമുക്ക് സെറ്റാക്കാം. ഓൾ ദി ബെസ്റ്റ്.